അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് ഭാഗം 5. കിതാബുൽ ഫളാഇലി വശമാഇൽ എന്ന കിതാബിൽ ബാബു ഫളാഇലി സയ്യിദുൽ മുർസലീൻ എന്ന അധ്യായം. ആ അധ്യായത്തിലെ 31-ാമത്തെ ഹദീസ് മുതലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. وعن عبد الله بن مسعود رضي الله عنه. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയ്യിൻ വലാത്തും മിനൻ നബിയ്യിൻ. ഇന്ന ലികുല്ലി നബിയ്യിൻ, എല്ലാ പ്രവാചകന്മാർക്കുമുണ്ട്, വുലാത്തുൻ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളായ ഏറ്റവും ഇഷ്ടമുള്ളവരുണ്ട്, മിനൻ നബിയ്യിൻ നബിമാരിൽ നിന്ന്. ഇന്ന വലി അബി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ പിതാവാണ്, അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വ ഖലീലി, എന്റെ ഖലീൽ, റബ്ബി, എന്റെ റബ്ബാണ്. സുമ്മ ഖറഅ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തു ഓതി, ഇന്ന ഔലന്നാസ് ബി ഇബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിം നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ, ലല്ലദീന തബഉഹു, ഇബ്രാഹിം നബിയോട് പിൻപറ്റിയവരാണ്, ഇബ്രാഹിം നബിയുടെ കാലത്തും ശേഷവും. വഹാദൻ നബിയു, ഈ നബിയുമാണ്, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ആമനു, ആ നബിയോട് കൂടെ വിശ്വസിച്ചവരുമാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹുവാണ് മുഅ്മിനീങ്ങളുടെ വലിയ. റവാഹു തിർമിദി, ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 32-ാമത്തെ ഹദീസ്. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ലിതമാമി മകാരിമിൽ അഖ്ലാഖി, ഉത്തമമായ സ്വഭാവങ്ങളെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. വകമാലി മഹസ്സിനിൽ അഫ്ആലി, നല്ല പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്, നല്ല ഇബാദത്തുകൾ, നല്ല വാക്കുകൾ, അതിനൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. റവാഹു ഫീ ശറഹി സുന്ന എന്ന കിതാബിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 33-ാമത്തെ ഹദീസ്. വാൻ കഅബിൻ, കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, യഹ്കിയനി തൗറാത്തി, തൗറാത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഖാല, അവർ പറഞ്ഞു, നജിദു മക്തൂബൻ, തൗറാത്തിൽ എഴുതിയതായിട്ട് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി അബ്ദിയൽ മുഖ്താർ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട അടിമയുമാണ് എന്ന് എഴുതിയിട്ടുണ്ട് തൗറാത്തിൽ. ലാ ഫളൻ വലാ ഖലീലുൻ, പരുഷ സ്വഭാവക്കാരനോ ഹൃദയം കടുത്തവരോ അല്ല, വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കറങ്ങി നടക്കുന്നവരും അല്ല.
വലാ യജ്സി ബിസ്സയ്യിഅത്തി സയ്യിഅത, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരുമല്ല, വലാകിന്നെങ്കിലും യഅഫു വയഗ്ഫിറു, മാഫ് ചെയ്യുന്നവരും പുറത്തു കൊടുക്കുന്നവരുമാണ്. മൗലിദുഹു ബിമക്കത, അവർ ജനിച്ചത് മക്കയിലാണ് ജനനം. വഹിജ്റതുഹു ബിത്വയ്ബ, ത്വയ്ബ എന്ന മദീനയിലേക്കാണ് അവർ ഹിജ്റ പോവുക. തൗറാത്തിലുള്ളതാണ്. വമിൽകുഹു ബിശ്ശാം, അവരിവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ആ മതവുമായി കൊണ്ട് ഭരണം നടത്തുന്നത് ബിശ്ശാം, ഷാമിലാണ് എന്നാണ്. ഇവിടെ ഈ മിൽക്ക് എന്നതിന് പല അർത്ഥങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട്. ദീന് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്, ജിഹാദ് യുദ്ധം എന്ന അർത്ഥമുണ്ട്. അടിസ്ഥാനത്തിൽ ജിഹാദ് എന്ന അർത്ഥപ്രകാരം ചില പണ്ഡിതന്മാര് പറയുന്നു, വലിഹാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രഖ്യാപിച്ചത് കൊണ്ട് ലാ യൻഖതിഉൽ ജിഹാദു ഫിശ്ശാമി അസ്ല, ഒരു കാലത്തും ഷാമിൽ യുദ്ധം മുറിയുകയില്ല, എന്നും യുദ്ധമുണ്ടാകും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കിതാബിൽ കാണുന്നു. അവരുടെ സമുദായം അൽ ഹമ്മാദൂൻ, അവൾ വളരെയധികം അല്ലാഹുവിനെ സ്തുതിക്കുന്നവരായിരിക്കും. ആ പ്രവാചകരുടെ ഉമ്മത്ത് യഹ്മദൂന അല്ലാഹ, അവരല്ലാഹുവിനെ സ്തുതിക്കും. ഫിസ്സറാഇ, രഹസ്യമായും ആ സന്തോഷത്തിന്റെ ഘട്ടത്തിലും, വല്ലറാഇ, ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും അല്ലാഹുവിനെ സ്തുതിക്കും. യഹ്മദൂന അല്ലാഹ ഫീ കുല്ലി മൻസില, എല്ലാ സ്ഥലത്തു നിന്നും അവരെ അല്ലാഹുവിനെ സ്തുതിക്കും. ഏത് സ്ഥാനത്താണെങ്കിലും അവർ അല്ലാഹുവിനെ സ്തുതിക്കും. വയുകബ്ബിറൂന അലാ കുല്ലി ശറഫിൻ, ഉയരമുള്ള അത്ഭുതകരമായ ഉയരമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലും. അതിന്റെ പുറമെ റുആത്തുൽ ലിശംസ്, സൂര്യനെ നോക്കിക്കൊണ്ട് ആ സൂര്യനെ മുഖേനയായിരിക്കും അവരുടെ ആരാധനകൾക്കുള്ള സമയങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. സല്ലൂന സ്വലാത്ത ഇദാ ജാഅ വഖ്തുഹാ, നിസ്കാരത്തിന്റെ സമയമായാൽ അവർ നിസ്കരിക്കും. യതഅസ്സറൂന അലാ അൻഫാസിഹിം, അവരുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വസ്ത്രം ധരിക്കും, തുണിയെടുക്കും. വയതവല്ലഹൂന അലാ അത്റാഫിഹിം, അവരുടെ അവയവങ്ങളുടെ ഭാഗത്തിന്റെ മേലിൽ അവർ വുളൂ ചെയ്യും. മുനാദീഹിം യുനാദി ഫി ജവ്വിസ് സമാഇ, അവരിൽ നിന്നൊരാൾ ആകാശമണ്ഡലത്തിലേക്ക്, വായുവിലേക്ക് വാങ്കു കൊടുക്കും. സഫ്ഫുഹും ഫിൽ ഖിതാൽ, അവരുടെ അണി യുദ്ധത്തിൽ, വസഫ്ഫുഹും ഫിസ്സലാത്തി, നിസ്കാരത്തിലും അവരുടെ സഫ്ഫ് സവാഉൻ, സമമായിരിക്കും. ലഹും, അവർക്കുണ്ട്, ബില്ലൈലി, രാത്രിയിൽ, ദബിയുൻ കദബിയിൻ നഹ്ൽ, തേനീച്ചയുടെ ശബ്ദം പോലെയുള്ള ഒരു സൗണ്ട് ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ദാരിമി എന്നവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രവാചകരെ പറ്റിയാണ് ഈ പറഞ്ഞത് മുഴുവൻ. തൗറാത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. 34ാമത്തെ ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്നത് തൗറാത്തിനെ സംബന്ധിച്ച് നല്ല പഠിച്ച ഒരു പണ്ഡിതനായി അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. മക്തൂബൻ ഫി തൗറാത്ത്, തൗറാത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സിഫത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകൾ തൗറാത്തിലുണ്ട്. വഈസ ഇബ്നു മറിയം യുദ്ഫനു മഅഹു, അവിടെ തന്നെ എഴുതിയതായിട്ട് കാണാം. ഈസാ നബി അലൈഹിസ്സലാമിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയായിരിക്കും, ആ കെട്ടിടത്തിന്റെ ഉള്ളിലായിരിക്കും മറവ് ചെയ്യുക എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കാല അബൂ മൗദൂദ്, റാബികളിൽപ്പെട്ട ഒരു റാബിയാണ്. അവർ പറയുന്നു, വഖദ് ബഖിയ ഫിൽ ബൈത്തി
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്തിട്ടുള്ള ആ വീട്ടിൽ ഇനി ബാക്കിയുണ്ട് മൗദിഉ ഖബ്രിഹി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനുള്ള സ്ഥലം അവിടെ അവശേഷിക്കുന്നു. അൽ ഫസ്ലു സാലിസ്, മൂന്നാമത്തെ ഫസ്ല്. وعن ابن عباس رضي الله عنهما, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, ഖാല അവർ പറയുന്നു, ഇന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫളല മുഹമ്മദൻ അലൽ അംബിയാ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠമാക്കി. വഅല അഹ്ലി സമാ, ആകാശത്തുള്ള മുഴുവൻ മലക്കുകളെക്കാൾ. ഫഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ അബൂ അബ്ബാസ്, അബൂ അബ്ബാസ്, അദ്ദേഹത്തിന്റെ ഒരു പേരാണ്, ഓമന പേര്. ബിമ ഫളലഹു അലാ അഹ്ലി സമാ, എന്തുകൊണ്ടാണ് ആകാശത്തുള്ളവരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ശ്രേഷ്ഠമാക്കി എന്ന് നിങ്ങൾ പറയാൻ കാരണം? ഖാല, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല ലി അഹ്ലി സമാ, ആകാശത്തുള്ളവരോട് പറഞ്ഞത്, വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി ഫദാലിക നജ്സിഹി ജഹന്നം കദാലിക നജ്സി ളാലിമീൻ എന്നാണ് പറഞ്ഞത്. ആ ആകാശത്തുള്ളവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനെ കൂടാതെ അവനിക്ക് ഇലാഹുണ്ട് എന്ന് വാദിച്ചാൽ അവനിക്ക് നരകം കൊണ്ട് നമ്മൾ പ്രതിഫലം നൽകും. കദാലിക നജ്സി ളാലിമീൻ, അക്രമികൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുക, അപ്രകാരമാണ് പ്രതിഫലം നൽകുക. ഇതാണ് ആകാശത്തുള്ളവരോട് അല്ലാഹു പറഞ്ഞത്. വഖാല അല്ലാഹു തആല ലി മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞത്, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനൻ ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. തീർച്ചയായും നമ്മൾ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു ഫതഹ് മുബീന, വ്യക്തമായ തുറക്കൽ, വിജയം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ലിയഗ്ഫിറ ലക അല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതിന് വേണ്ടി, മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഈ ആയത്താണ് ആകാശത്തുള്ളവരെക്കാൾ പ്രവാചകർക്ക് മഹത്വമുണ്ട് എന്നതിന് തെളിവായി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത്. ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, വമാ ഫളലുഹു അലൽ അംബിയാ, അമ്പിയാക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഖാല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ, ഒരൊറ്റ പ്രവാചകനെയും നമ്മൾ അയച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമി, ആ പ്രവാചകന്റെ ജനതയുടെ ഭാഷയിലല്ല, ലിയുബയ്യിന ലഹും, അവർക്ക് വിവരിച്ചു കൊടുക്കാൻ, ഫയളില്ലുല്ലാഹു മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു ദലാലത്തിലാക്കും. അൽ-ആയ, ഈ ആയത്താണ്. വഖാല തആല, അല്ലാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഈ അമ്പിയാക്കളോട് പറഞ്ഞതുപോലെയല്ല, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, ജനങ്ങളിലെ എല്ലാ വിഭാഗങ്ങളിലേക്കുമല്ലാതെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. ഫാർസലഹു ഇലൽ ജിന്നി വൽ ഇൻസി, പ്രവാചകരെ ജിന്നിലേക്കും മനുഷ്യരിലേക്കും അല്ലാഹു നിയോഗിച്ചു. മറ്റുള്ള പ്രവാചകന്മാരൊക്കെയും ഓരോ ഗോത്രങ്ങളിലേക്കും ഓരോ വിഭാഗങ്ങളിലേക്കുമായിരുന്നു. ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. وعن أبي ذر الغفاري رضي الله عنه, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം,
ഖാല അവർ പറഞ്ഞു ഖുൽതു ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ കൈഫ അലിംത അന്നക നബിയ്യുൻ എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ പ്രവാചകനാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അബൂ ദർ അതാനി മലക്കാനി രണ്ട് മലക്കുകൾ എന്റെ അരികെ വന്നു ഞാൻ മക്കയിലുള്ള ആ ഭൂമിയിലുള്ള ചില സ്ഥലത്ത് ആയിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരാൾ ഭൂമിയിലേക്ക് ഇറങ്ങി മറ്റേ മലക്ക് ആകാശഭൂമികളുടെ ഇടയിൽ വായുമണ്ഡലത്തിൽ നിന്നു ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു അത് തന്നെയാണോ പ്രവാചകൻ? അപ്പോൾ ഈ മലക്ക് പറഞ്ഞു അതെ. അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു ഒരു മീസാനിന്റെ തുലാസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ തൂക്കി നോക്കുക, ഒരു തട്ടിൽ അദ്ദേഹത്തെയും ഒരു തട്ടിൽ മറ്റൊരു പുരുഷനെയും വെച്ചുകൊണ്ട്. അപ്പോൾ ഒരു പുരുഷനെ വെച്ചുകൊണ്ട് തൂക്കി, അപ്പോൾ എനിക്ക് ഭാരം തൂങ്ങി. പിന്നീട് ആ മലക്ക് പറഞ്ഞു 10 ആളെ വെച്ചുകൊണ്ട് നീ തൂക്കി നോക്കുക. അവരെ വെച്ചുകൊണ്ട് തൂക്കി ഞാൻ അവർക്ക് എല്ലാവർക്കും ഭാരം കൂടുതലായി. പിന്നീട് 100 ആളെ വെച്ചുകൊണ്ട് തൂക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെ 100 ആളെ വെച്ച് തൂക്കിയപ്പോഴും എന്റെ ഭാരമായി കൂടുതൽ. 1000 ആളെ വെച്ചുകൊണ്ട് തൂക്കി നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 1000 ആളെ മീസാനിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ എന്നെയും വെച്ച് തൂക്കിയപ്പോൾ ഞാൻ അവർക്ക് മുൻതൂക്കമായി. ഞാൻ അവരിലേക്ക് ഇങ്ങനെ നോക്കുന്നത് പോലെ അവരിയ്ക്കുന്ന തട്ടിൽ ഭാരം കുറവായത് കൊണ്ട് അവരിങ്ങനെ എന്നിലേക്ക് പറന്നു വീഴുന്നത് പോലെ. തങ്ങൾ പറയുന്നു രണ്ട് മലക്കിൽ നിന്ന് ഒരു മലക്കിൽ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ആ പ്രവാചകരുടെ ഉമ്മത്തിനെ ഒട്ടാകെ കൊണ്ടുവന്നു വെച്ച് നീ തൂക്കിയാലും ആ പ്രവാചകൻ അവർക്ക് മുൻതൂക്കമാകും. ഈ ഒരു അനുഭവം കൊണ്ടാണ് എനിക്ക് അത് ബോധ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം അവർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുത്തിബ അലയ്യൻ നഹ്റു ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുക എന്നത് എന്റെ മേലിൽ നിർബന്ധമാക്കപ്പെട്ടു. വസല്ലി ലിറബ്ബിക വൻഹർ എന്ന സൂറത്തുൽ കൗസറിലെ ആയത്ത് കൊണ്ട്. വലം യുക്തബ് അലൈക്കും നിങ്ങളുടെ മേലിൽ അതിനെ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. വഉമിർതു ബിസ്സലാത്തി ളുഹാ നമസ്കാരം കൊണ്ട് എന്നോട് കൽപ്പിക്കപ്പെട്ടു, നിർബന്ധമായ കൽപ്പന. വലം തുമറു ബിഹാ ആ നമസ്കാരം കൊണ്ട് നിർബന്ധമായ കൽപ്പന നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ദാറഖത്നി എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ 6ാമത്തെ ഭാഗം പ്രവാചകരുടെ പേരുകൾ വിവരിച്ചുകൊണ്ടുള്ള ഇതിന്റെ 6ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.